ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് രുചിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അച്ഛനെ വിളിച്ച് പറയാണ് ഞാനിവിടുന്ന് പോരുകയാണെന്ന്. അപ്പോൾ എന്താണെന്ന് ആണ് പറഞ്ഞത്. അപ്പോൾ 44-ാമത്തെ പേജാണ്. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. पापा जब बोले उनकी आवाज़ बरोई हुई थी। देख मुन्नी, मेरे घर के दरवाजे तेरे लिए हमेशा खुले हैं, पर सोच समझकर കഥം ഉടാ. അപ്പോൾ പറഞ്ഞു എന്താ അച്ഛൻ സംസാരിക്കുകയാണ്, തിരിച്ച് മറുപടി പറയാണ്. ഇവള് പറയണ കേട്ടപ്പോൾ ശരിയാണ്, നിനക്ക് വേണ്ടി എന്നും എൻ്റെ വാതിൽ തുറന്നിരിക്കും, പക്ഷെ നീ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യേ. എന്ത് ചുവട് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. तू मियाँ बीवी का झगड़ा तो हर 2 महीने में हो जाता है, ज़रा गगन को भी सोच करो. वह बेचारा गाम പിസ്താ ഹി തുമ്ഹാരെ റൗലേമേ. അപ്പം അറിയാം, നിങ്ങൾ ഭാര്യയും ഭർത്താവിൻ്റെയും എന്താ പറയുക അടിപിടി എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. മാസത്തിൽ 2 മാസം കൂടുന്തോറും വെച്ചാൽ ഇവരിങ്ങനെ തല്ലിവിടും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പെട്ടു പോകുന്നത് നിൻ്റെ മകനാണെന്ന്. അവനെക്കുറിച്ചെങ്കിലും നീ ഒന്ന് ആലോചിക്കാൻ പറയാണ്. പാപ്പാനെ ഫോൺ മമ്മിക്കോ दे दिया. मम्मी की आवाज़ ठंडी और टहरी हुई थी. फिर शुरू हो गई तुम्हारी और प्रभाकर की नौटंकी. ഇസ് ബാർ ക്യാ ഹോ ഗയാ. അമ്മ എന്ന് പറയുമ്പോൾ പിന്നെ അച്ഛൻ സംസാരിച്ച് പിന്നെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഇത്ര വലിയ ഇതായിട്ട് കൂളായിട്ടാണ് സംസാരിച്ചത്. എന്നിട്ട് പറയാണ് വീണ്ടും തുടങ്ങിയോ നിങ്ങളുടെ രണ്ടുപേരും നോട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ ഒരു കാട്ടിക്കൂട്ടൽ, നിങ്ങളുടെ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങിയോ. ഇസ് ബാർ ക്യാ ഹോ ഗയാ. ഇപ്രാവശ്യം എന്താ. അമ്മ ഇങ്ങനെ പരാതികൾ കേൾക്കണ പോലെ ഇപ്രാവശ്യം എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്നി ചോട്ടി ബഹൻ സേ കുച്ച് സീഖ്. कैसी टेढ़ी ससुराल से उसे मिली है, पर उसने सबको संभाल लिया. അപ്പം നീ നിൻ്റെ അനിയത്തിയെ കണ്ടുപിടിക്കുക. എത്രയും നിന്നെ പോലെയല്ല അവൾക്ക് അവളുടെ സസുരാൽ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വീട് ശരിക്കല്ല നല്ലതല്ല കിട്ടിയില്ലെങ്കിലും അവൾ അതൊക്കെ എല്ലാവരെയും നോക്കി നടന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. എക് തുഹേ അക്കേലെ ആദ്മിക്ക് ബി നെഹി സംഭാൽത്ത തുജ്സെ. നിനക്ക് നോക്ക് ഒരാണ് വെച്ചാൽ ഭർത്താവ് മാത്രമല്ല, വലിയ പരിവാറില്ല, ആൾക്കാരൊന്നുമില്ല, എന്നിട്ട് പോലും നിനക്ക് അയാളെ പോലും നോക്കാനും കുട്ടീനെ പോലും നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അവിടെ കമ്പാരിസൺ വരികയാണ് അനിയത്തിനായിട്ട്. അനിയത്തി ഇത്ര വലിയ എന്താ പറയുക വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും, ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും. അപ്പോൾ അവൾ കണ്ട എല്ലാവരുടെ കാര്യം നോക്കിയിട്ട് ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നത്. നീ നോക്ക് എന്നും പ്രശ്നങ്ങളാണ്. रुचि को माँ की नसीहत नागवार गुजरी. माँ उसे सुबह शाम इसी तरह बर्दाश्त की गुरा पिलाया करती बिना यह समझे कि इस शादी में रुचि को उन्होंने शुरू से आखिर तक बोलने की आज़ादी तक नहीं दी थी. അപ്പോൾ പറയാണ് അയാളെന്ന് പറഞ്ഞാൽ കാലത്തൊട്ട് രാത്രി വരെ കൂടിയാണ്. അപ്പം എന്താണെന്ന് അയാൾ പറയുന്നത് തന്നെ അയാൾക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെയെന്ന് പറയുന്നത് ഈ കല്യാണത്തിൻ്റെ തുടക്കം മുതൽ ഈ ഇതുവരെ എനിക്ക് സംസാരിക്കാൻ ഇവർ പറയണതാണ് രുചിക്ക് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡവും ഇല്ല. അയാൾ പറയുന്നത് കേൾക്കുക എന്ന് മാത്രമാണ്. മാം ബാപ്പ് കെ സാത്ത് ഹുയി ബാത്ചീത് സെ രുചി കാ മൻ ഗിൻ ഹുവ. അപ്പം അമ്മയോട് അച്ഛനോടും സംസാരിച്ചപ്പോൾ ഒന്നും കൂടി വിഷമമായ പോലെ രുചിക്ക് തോന്നി. ഉന്മേ രുചിക്ക് ആനെ കോ ലേക്കർ कोई सहमति या स्वागत भाव तो दूर समझदारी तक का अभाव था. അപ്പോൾ അവൾ വരുന്നതിന് അവർക്ക് വലിയ താല്പര്യമോ അതുപോലെ അവളെ വെൽക്കം ചെയ്യോ ഒന്നുമില്ല. അവളുടെ എന്താ പറയുക കുറ്റം എന്നുള്ള രീതിയിൽ സ്വതുവെ എല്ലാ പെൺമക്കൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവരെന്ത് ചെയ്താലും ഇപ്പം അങ്ങനെയാണല്ലോ പ്രശ്നങ്ങൾ. ഞാനിവിടെ ആരെയും എന്താ പറയുക സ്ത്രീ പുരുഷനെ എന്താ പറയുക താഴ്ത്തി അങ്ങനെയൊന്നും ആക്കല്ല, പൊതുവെയുള്ള വർത്തമാനമാണ് ഞാൻ പറഞ്ഞത്. एक मन हुआ अपना सूटकेस घसीट कर वापस चली जाए अंदर, लेकिन वह मुख्य द्वार बंद करके ही बाहर आई थी. എന്താ ദേഷ്യം വന്നിട്ട് ഈ സൂട്ട് കേസൊക്കെ വലിച്ചെറിഞ്ഞ് തിരിച്ച് പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആ എന്താ പറയുക മെയിനായിട്ടുള്ള ഡോർ അടച്ചിട്ടല്ലേ പുറത്തേക്ക് വന്നതെന്ന്. दरवाजे की स्वचालित चाबी उसने कमरे की मेज़ पर छोड़ दी थी. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എക്സ്ട്രാ ചാബി ഉണ്ട്. അതാണെങ്കിൽ കമരയിൽ ഉണ്ടായ വെച്ചാൽ റൂമിലുള്ള മേശയിൽ വെക്കുകയാണ് ചെയ്തത്. बवार में फंसी नाव सा डगमा मन लिए रुचि लोकल बदल कर
जोगेश्वरी स्टेशन पर पहुंची और वहां से ഓട്ടോ പക്കടുക്കർ अपने घर പിന്നെ അവർ പോവാണ് ഈ ദേശത്തിലെ പോവാണ് സ്വന്തം വീട്ടിലേക്ക് പോവാണ് उसने पाया मम्मी पापा इस बीच संभाल गए थे पापा ने अपने स्वभाव के अनुसार कहा रिच्चू मैं बस इतना जानता हूँ कि अगर प्रभाकर तेरे साथ मार पीट करता है जुल्म करता है तो तू एक मिनिറ്റ് भी ബർദാശ്ത് മത് കർ അപ്പം ഞാനിങ്ങനെ അവരെ അച്ഛൻ പറയാണ് നീ അയാൾ നിന്നെ അടിച്ചു അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീ ആ മിനിറ്റ് ഒരു സെക്കൻഡ് പോലും അവിടെ നോക്കാതെ നീ അത് എന്താ പറയുക അപ്പം നീ അത് സഹിക്കാൻ തയ്യാറാവരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് സഹിക്കരുത് പർ തു അക്കേലി ക്യോ ആയി പക്ഷെ നീ എന്താണ് ഒറ്റയ്ക്ക് വന്നത് ബച്ചേക്കോ ബി ലേ ആന ദാന അപ്പം എന്താ കുട്ടിയെ കൊണ്ടുവരണ്ടേ നീയേ ജാലിം ആദ്മി അബ് ബച്ചേ പർ തേരാ ഗുസ്സ നിക്കാലേങ്ക അപ്പം അയാളാണെങ്കിൽ എന്താ ഇപ്പോൾ കുടിയല്ലേ മൊത്തം കുടിച്ച് നടക്കുന്നതാണ് അയാൾ നിന്നോടുള്ള ദേഷ്യം കുട്ടിയുടെ മേൽ തീർക്കുന്നു നെഹി പാപ്പ വഹ് ബച്ചേക്കോ കുച്ച് നെഹി കരേങ്ക ഗഗൻ പർ വഹ് ജാൻ ദേത്താ ഹെ അപ്പം പറയാണ് ഭയങ്കര വിശ്വാസത്തോടെ ഇവർ പറയാണ് അയാൾ കുട്ടീനെ ഒന്നും ചെയ്യില്ല കാരണം അയാളുടെ ജീവനാണ് കുട്ടീന്ന് ഫിർ കാഹേ കാ ജഗഡ ഹെ പിന്നെ ചോദിക്കുകയാണ് പിന്നെ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് മാനെ ചായ് ദമാത്തെ ഹുയെ കഹ ദേഖ് രച്ചു എന്ന് അവരെ വിളിക്കുന്നതാണ് കേട്ടോ രുചീനെ ബുറ മത് मनाए औरत की इज्जत अपनी घर द्वार ही होती है तो गुस्से हो कर आ गई सो कोई गाल नहीं थोड़े दिन रह ले जब तेरा गुस्सा डंडा हो जाए तो चली जाना അപ്പം അമ്മ എന്താ പറഞ്ഞു കൊടുക്കുന്നത് നീ ഇപ്പോൾ ദേഷ്യത്തിലാണ് അപ്പം നിന്റെ ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പൊയ്ക്കോ അവിടേക്ക് നിന്റെ വീട്ടിലേക്ക് പൊക്കോന്ന് നിന്റെ ഇങ്ങനെ നിൽക്കണത് അമ്മ വീട്ടിൽ നിൽക്കണത് നിന്റെ ഒരു എന്താ പറയുക ഐഡൻറ്റിറ്റിക്കും നിന്റെ ഒരു അഭിമാനത്തിനും പറ്റിയതല്ല പ്രത്യേകിച്ച് ഇവരുടെ വീട്ടുകാരെ സംബന്ധിച്ച് അതൊരു മോശമുള്ള കാര്യമാണെന്ന് പാപ്പ ബടക്കേതേ ऐसे कैसे चले जाएंगी वह अपने घर आई है जब तक प्रभाकर आकर मेरे दरवाज़ पर नाक ना रगड़े मैं रच्चू को नहीं भेजूंगा അപ്പം അച്ഛൻ പറയാണ് എന്താ പറയുക അമ്മ പറയണ കേട്ടിട്ട് എങ്ങനെ പോവും അയാൾ വന്നിട്ട് ഇവളെ കൊണ്ട് പോട്ടെ അപ്പോഴാണെങ്കിൽ ഇവളെ നമുക്ക് അയാളൊപ്പം വിടാന്ന് അല്ലാതെ ഇവൾ ഒറ്റയ്ക്ക് പോകണ്ടാന്ന് ഫിർ बेटे का रखो इसे सारी उम्र माँ ने ഗീഞ്ച്കർ കഹാദ അപ്പം എന്താ നിര വരണ വരെ വയസ്സാവണ വരെ എന്നവളെ ഇവിടെ തന്നെ നിർത്തിക്കോന്ന് പറയാണ് റുചിക്ക് ആംഗേ ബർ ആയി വഹ് കഹാൻ ജായേ നാ യഹ് ഗർ ഉസ്കാ ബച്ചാദാ നാ വഹ് ഗർ അപ്പം എന്താ അവൾക്ക് ഭയങ്കര വിഷമമായി കരച്ചിലൊക്കെ വന്നു കണ്ണൊക്കെ നിറഞ്ഞു ഇത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതും എൻ്റെ വീടല്ല അതും എൻ്റെ വീടല്ല അപ്പോൾ ആകെപ്പെട്ട അവസ്ഥയാണ് ഹർ ജഗ ഉസേ ബർദാഷ്കി जान लेवा ബുറാഖ് പിലായി ജാ രഹി തി അപ്പം എവിടെയും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ സ്വന്തം വീട്ടിലും ഇതേ ഗതി തന്നെ അവർക്ക് തോന്നി അപ്പോൾ രുചി അച്ഛനും അമ്മയും പല അഭിപ്രായമാണ് പറയുന്നത് അമ്മ പറയണു നീ ഇങ്ങനെ നിൽക്കരുത് പൊയ്ക്കോളൂ നിൻ്റെ ദേഷ്യം മാറിക്കഴിഞ്ഞാൽ നീ പൊയ്ക്കോളൂ എന്ന് പറയണ്ട അച്ഛനാണെങ്കിൽ അയാൾ വരാതെ നീ ഒന്നും പോവാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ പറയണമെന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ പിന്നീട് അടുത്ത പേജാണ് 46 ഇനി പറയാൻ പോണ ഭാഗം 4 दिन 4 रात रुचि अपने कमरे में बंद रोती गिलबती रही इस बीच प्रभाकर या गगन का कोई फ़ोन नहीं आया ना उसके पास ना പാപ്പാക്കെ പാസ് അപ്പം 4 ദിവസം ഇവരിങ്ങനെ റൂമിൽ തന്നെ കിടന്ന് കരഞ്ഞു അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെയോ മോൻ്റെയോ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെയോ മോൻ്റെയോ ഒന്നൊരു ഫോണാ ഇവൾക്കും വന്നില്ല അവരുടെ അച്ഛനും വന്നില്ല ജैसे वह कोई दीन ही नहीं जिसका जाना उन पर असर करे या ना करे അപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവൾ പോയതിന് ശേഷം അവർക്കൊരു ഒരു നഷ്ടമോ ഒന്നുമില്ല ഒരാളും എന്താ പോയിട്ടും ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ് അവർക്ക് അവനെ അത് ബാധിക്കുന്നില്ല എന്ന് अंत में रुचि ने पापा से कहा पापा
मैं नौकरी करना चाहती हूँ. घर में बैठे बैठे तो मैं പാഗൽ ഹോ ജാऊंगी. അപ്പോൾ അച്ഛനോട് പറയാണ് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കാരണം വീട്ടിലിരുന്ന് എനിക്ക് പ്രാന്താവുന്നു. പാപ്പാനെ अपने संपर्कों से रुचि के को का ചാനൽ തക് പहुंच दिया. അച്ഛൻ അച്ഛൻ്റെ കോണ്ടാക്റ്റും വെച്ചിട്ട് രുചിനെ കാ ചാനലിലേക്ക് എത്തിച്ചു എന്ന്. അപ്പോൾ ഇവർ അച്ഛനോട് പറയാണ് എനിക്ക് ജോലി ചെയ്യണം, അപ്പോൾ ആ ചാനലിലേക്ക് പറഞ്ഞയക്കുക ചെയ്യണത്. तब तक के अपने जीवन में रुचि ने हज़ारों घंटों टीवी के सामने बैठकर बिताए थे. टेलीविज़न उसके लिए चाय नाश्ते गाने जैसे अजीज था. वह कह सकती थी कि कॉलेज की उसकी अधूरी पढ़ाई को टेलीविज़न ने ही पूरा किया था. शुरू में उसे गीतों भरी शाम जैसे कार्यक्रम संचालित करने को मिले. അപ്പോൾ എന്താ ഇവരുടെ ഒരു നഷ്ടപ്പെട്ട ആ കോളേജിലത്തെ ആ പഠിത്തമൊക്കെ പൂർത്തീകരിക്കാൻ പറ്റിയത് ഇവിടെ എത്തിയപ്പോഴാണ്. കാരണം പഠിത്തവും കാര്യങ്ങളും പിന്നെ ബിസി ആവാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ആദ്യത്തുള്ള ഒരു പ്രോഗ്രാം കിട്ടിയത് ഗീതോം ബറി ഷാം എന്നുള്ളതിലായിരുന്നു. फिर उसे तरला दलाल की सहयोगी प्रस्तुतकर्ता का काम मिला. പിന്നെ തർല ദലാലിൻ്റെ ഒപ്പം ഉള്ള ഒരു പരിപാടിയിൽ അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ഇൻ സബി പരീക്ഷണോं में रुचि घरी उतरी. അതിലൊക്കെ അവർ ജയിച്ചു. तब उन्होंने रुचि को व्यंजन के कार्यक्रम में उतारने का प्रस्ताव किया. അപ്പോൾ അവരാണ് ഈ ഫുഡ് ഉണ്ടാക്കണതിലേക്ക് വരാൻ എന്നുള്ള ഒരു വഴി കാട്ടി തന്നത്. तरला दलाल की सहायक की भूमिका में टीवी में पर्दे पर आने तक एक अलग बात दी. खुद रुचि आधे घंटे के पाक कला कार्यक्रम में पाक कला कार्यक्रम की एंकर स्टार और अदाकारा हो. यह नितांत दुर्लभ സപ്നെ കെ യഥാർത്ഥമേ ബദൽനാഥ. അപ്പോൾ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ പാക്കല വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കുക അതൊക്കെ എന്ന് പറയുമ്പോൾ അരമണിക്കൂറിൻ്റെ പരിപാടിയാണ്. ആങ്കർ ഇവരെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, എല്ലാം ഇവൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഒരു നമ്മുടെ സ്വപ്നങ്ങളുടെ ഒരു എന്താ പറയുക അതുവരെ ഇല്ല ഒന്നുമല്ല എന്നിടത്തോന്ന് അവർ വീണ്ടും എന്താ പറയുക തിരിച്ചുവരവാണ് അവരുടെ. തിരിച്ചുവരവെന്ന് വെച്ചാൽ അവർക്ക് പുതിയൊരു ജീവിതം കിട്ടുകയാണ്, എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും അവർ സന്തോഷമാവുകയാണ്. यहाँ वे समस्त अनुभव काम आए जो अपने घर और अपने माता पिता के घर की रसोई में मिले. അപ്പോൾ എല്ലാ അനുഭവങ്ങളും വീട്ടിലുണ്ടായതും അതുപോലെ തന്നെ ഇവളിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ, അപ്പോൾ എല്ലാം കൂടി ഫുഡിൻ്റെ കാര്യം എല്ലാം കൂടി ഒരു അനുഭവങ്ങൾ അതൊക്കെ റെസിപ്പികളൊക്കെ പഠിക്കാൻ തുടങ്ങി. ഉസ്കെ നിർദ്ദേശകനെ കഹാ भी मछली को तैराना कौन सिखाता है. औरत तो ജന്മജാത റസോയിക്ക് റാണി ഹോത്തി ഹെ. അപ്പോൾ ഇവരുടെ സംവിധായകൻ പറയണതാണ്, ഡയറക്ടർ പറയണതാണ് മച്ചുലി എന്ന് പറഞ്ഞാൽ മീനിനെ ആരെങ്കിലും നീന്താൻ പഠിപ്പിക്കുകയാണോ, അത് അതിൻ്റെ ജീവിതം അങ്ങനെയാണെന്ന് അറിയുമ്പോൾ അത് നീന്തുകയല്ലേ ചെയ്യണത്. അതുപോലെയാണ് എന്താ പറയുക സ്ത്രീകൾ, അവർ ജന്മനാ ഇവർ എന്താ പറയുക ഇവർക്ക് എന്താ പറയുക കിച്ചണിലെ കാര്യങ്ങളെല്ലാം അറിയാം, അവർ കിച്ചണിലെ റാണിയാണെന്ന് പറയാണ്. തബ് ഉസേ अब तक 9 साल के सफ़र में रुचि ने जीवन में कई उतार चढ़ाव देखे. 5 साल पहले मम्मी पापा का निदान हो गया. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് എന്താ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 5 വർഷമൊക്കെ ആയപ്പോഴത്തേനും അച്ഛനമ്മയുടെയും മരണമായി. कुछ दिन रुचि उसी किराए के मकान में जोगेश्वरी में रही, लेकिन मकान मालिक ने उसे मकान खाली करने पर मजबूर कर दिया. പിന്നെ കുറച്ച് നാൾ ജോഗേശ്വരി അവിടെ വീട് വാടകയ്ക്ക് വീട്ടിൽ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ അയാൾ ഓണർ അവിടെ വിട്ടു പോകാൻ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് പോവാണ്. രുചിക അപ്ന മൻ ബി യഹാം സെ उघड़ चुका था. 2 चैनल से उसे നിയമിത ആംദനി ബി ആത്തി തി. അപ്പോൾ 2 ചാനലിൽ നിന്നും അവർക്ക് നല്ല വരുമാനം കിട്ടിയിരുന്നു. ആംദനി എന്ന് പറഞ്ഞ വരുമാനം, സാലറി. ഉസ്നെ ഹിമ്മത്ത് കർ ഓശ്വര में फ्लैट ले डाला. विक्टोरिया चैम्बर्स में 36 फ्लैटों का एक मंजिल टावर था. और ऐसे 10 टावर इस
സൊസൈറ്റി മേ ദേ. അപ്പോൾ അവർ ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. വിക്ടോറിയ ചേംബേഴ്സിൽ 36 ഫ്ലാറ്റ് ഉണ്ട്. അതിൽ 6 നിലകളുണ്ട്. അതിൽ 10 और ऐसे 10 ടവർ, അങ്ങനെ ആ ഒരു സൊസൈറ്റിയിൽ അവർക്ക് 10 ടവർ ഉണ്ടെന്നാണ് പറയുന്നത്. कुल मिलाकर यह एक सघन उपनगर का दृश्य उपस्थित करते. हर मंजिल पर 1, 2, 3 और 4 बीच BHK ഫ്ലാറ്റ് ബനെ ദേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ എന്താ, ഹർ മൻസിൽ പർ ഏക്ക്, ഓരോ മൻസിലും 1, 2, 3 അതുപോലെ തന്നെ 4 BHK ഫ്ലാറ്റ് ബനെ ദേ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജിസ് ടവർ की छठी मंजिल पर रुचि अपनी एक BHK ഫ്ലാറ്റ് മേ രഹത്തി थी. അപ്പോൾ അതിലെ 6ാമത്തെ, ഒരു ടവറിലെ 6ാമത്തെ നിലയിലാണ് ഇവർ HBK എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഫ്ലാറ്റ് മേ രഹത്തി थी. ഉസ്കി ബാൽക്കണി മുഖ്യ പാർക്ക് കെ സാമനെ ഖുൽത്തി थी. അപ്പോൾ ബാൽക്കണി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പാർക്കിലേക്കാണ് തുറക്കണത്. ആ ഒരു അവിടേക്കാണ് മുഖം വരുന്നത്. സുബഹ് സൂരജ് കി പഹലി കിരൺ രുചി കോ ജഗാത്തി. കാലത്ത് സൂര്യൻ ഇവളിനെ എണീപ്പിക്കാറുണ്ട്, കിരണങ്ങൾ. യഹാം ആക്കർ കുച്ച് ദിൻ ഗർ ജമാനെ മേ ലഗേ ഗയേ മമ്മി പാപ്പാ की यादों से भी ഉസേ को थोड़ा अलग करना चाहती थी रुचि. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റാവാൻ കുറച്ച് സമയം പിടിച്ചു. പിന്നെ അച്ഛനമ്മയുടെയും ആ ഓർമ്മയിൽ നിന്ന് ഒന്ന് വിട്ട് നിൽക്കാൻ, ആ ദുഃഖം ഒന്ന് മാറാൻ, ഒന്നൊരു ചേഞ്ച് വേണമെന്ന് ഇവർക്ക് തോന്നി. പ്രഭാകർ और गगन की याद नासुर की तरह जब तक चिल्क उड़ती, लेकिन यह चोट ऐसे दी जिसका कोई उपचार नहीं दिया. അപ്പോൾ മകൻ്റെ അച്ഛൻ്റെയും പ്രഭാകരൻ്റെയും ആ പോലെ കുട്ടിയുടെ ഓർമ്മ വരും. പക്ഷെ അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് എപ്പോഴും ഉള്ളിലൊരു നീറൽ പോലെ അവരെ ഓർമ്മ ഉണ്ടാവാറുണ്ട്. കൈ ബർസോം കി തൽക്കി കെ ബാദ് പതി പത്നി കാ കാനൂനി തലാഖ് ഹോ ചുക്കാത. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ നിയമപരമായിട്ട് വേർപിരിഞ്ഞു. തലാഖ് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ്. രുചിനെ സുച്ചാസി ഗഗൻ കി പർവരിഷ കാ അധികാർ പ്രഭാകർ കോ ദേ ദിയ. അപ്പോൾ അവനെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ രുചി സ്വയം തന്നെ അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്, പ്രഭാകരനെ. ലേക്കിൻ ഗഗൻ ഉസേ കബി ബി ഫോൺ കർ ലേത്താ താ ഖാസ്കർ ജബ് ഉസേ പൈസോं की दिक्कत होती. ലേക്കിൻ കുട്ടിയാണെങ്കിൽ ഇവരെ വിളിക്കാറുണ്ട് എപ്പോൾ പൈസയ്ക്ക് വല്ല ബുദ്ധിമുട്ടും വരികയാണെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ 47ാമത്തെ പേജ് വരെയാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കേട്ടോ.